പിന്നെ അയ്യപ്പനിൽ വിശ്വാസമുള്ള അയ്യപ്പ ഭക്തിയായ ഒരു വിശ്വാസി അയ്യപ്പനെ കാണാൻ പോയാൽ തടയരുതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. മനസ്സിലാക്കണം. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ ഒരു വിശ്വാസവും ഇല്ലാത്ത ഈ പിന്നെ പ്രൊഫൈലിൽ സോഷ്യൽ മീഡിയയിൽ നാസ്തികരെന്ന് എഴുതി വെച്ച 2 വ്യക്തിത്വങ്ങളാണ് അങ്ങോട്ട് കയറിയത്. ഇപ്പൊ യേശുദാസ് നമുക്കറിയാം ഈ ശ്രീകൃഷ്ണനെ കുറിച്ച് ധാരാളം പാട്ട് പാടിയ ആളാണ്. പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കയറാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം അദ്ദേഹം ഹിന്ദു അല്ലാത്തതുകൊണ്ട്. അപ്പൊ അതുപോലെ വിശ്വാസമുള്ളവരെ തടയരുതെന്നാ പറഞ്ഞത്. അതിന് വിശ്വാസമില്ലാത്തവർ അങ്ങോട്ട് കയറാൻ അവരുള്ളിൽ വിശ്വാസികളാണെന്നും നമുക്കറിയില്ലല്ലോ. വിഷയത്തിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് സെൽഫ് ഡിക്ലെയർ മുസ്ലിങ്ങൾക്കും കയറാം, ക്രിസ്ത്യാനികൾക്കും കയറാം. ശബരിമലയുടെ പ്രത്യേകത അല്ല, അങ്ങനെയല്ല. സുപ്രീം കോടതി വിധിയിൽ അതല്ലല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അവരെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ വേണ്ടി ഇപ്പോ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്ത് കയറാൻ ഹിന്ദു അല്ലാത്ത ഒരാൾ ശ്രമിച്ചാൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? അതുപോലെ തന്നെ അയ്യപ്പനിൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾ അല്ല, അവരുടെ വിശ്വാസം നമ്മളാണോ പറയേണ്ടത്? അവര് വിശ്വാസികളാണെന്ന് അവര് പറഞ്ഞിട്ട് അവരില്ലേ കയറിയത്? നമ്മൾ ആരാണ് പറയാൻ അവര് വിശ്വാസികളല്ലെന്ന്? അവർ സോഷ്യൽ മീഡിയയിൽ സെൽഫ് ഡിക്ലെയർഡ് ആണ് തങ്ങൾ നാസ്തികരാണെന്നുള്ളത്. ഞാൻ പറഞ്ഞ ഒരൊറ്റ പോയിന്റുള്ളൂ. ഇനി ഇറക്കേണ്ടോ വെച്ചാൽ അതൊക്കെ ഇവിടുത്തെ വിശ്വാസികൾക്കിടയിൽ ഇവർക്കോടുള്ള ഇതൊക്കെ ചെയ്ത ആളുകളാണ് പെട്ടെന്ന് ശബരിമലയിൽ ഒരു സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. 2 പക്ഷത്ത് നിൽക്കുന്നത് ഇവരാണ് എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. പിന്നെ അരുൺകുമാർ ഇപ്പൊ ലൈനിലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ വെള്ളാപ്പള്ളിയുമായി പോയില്ലേ? അപ്പോ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് പിന്നെ അതിന്റെ ഗുണം ആർക്കാണ് കിട്ടിയത് എന്നത് വളരെ കൃത്യമായി ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ നേരത്തെയും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ BJPയും CPMും തമ്മിൽ ഒരു ഉപരിതല സഹകരണം വേറെയും കിടക്കുന്നുണ്ട്. അത് ആഴത്തിൽ നിങ്ങൾ മീഡിയ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണം. കാരണം ഇവിടുത്തെ ഡീലിമിറ്റേഷൻ BJPയും CPMും ഒരുമിച്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് കരട് പട്ടികയിൽ വോട്ടറായിട്ടുള്ള ആളുകളെ മുഴുവൻ ഫൈനൽ പട്ടികയിൽ നിന്ന് മാറ്റിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സ്വാധീനമുള്ള ആർക്കാ? കേരളത്തിൽ ഇവിടുത്തെ ഗവൺമെന്റിനോ പിന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്ക് വളരെ പച്ചയായിട്ട് അറിയാം. ഈ 2 ക്രിയകളും നടത്തിയിട്ടുമാണ് ഇவ்விധം UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ കേരള ജനതയുടെ ഇവരോടുള്ള സമീപനം എന്താണെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതിനെ ഡീലിമിറ്റേഷൻ വഴിയും വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ നീക്കിയൊക്കെ ഒരുപാട് ഇതിനെ ഇത്തരമൊരു റിസൾട്ട് ഇല്ലാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി നോക്കിയിട്ടും അവശേഷിക്കുന്നവരുടെ പ്രതികരണ രീതിയാണ് ഈ വന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവരുടെ ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? അന്തരീക്ഷത്തെ ഒന്ന് മലിനപ്പെടുത്താൻ സാധിച്ചു. ഇവരുടെയൊക്കെ നേതാക്കളുടെ മനസ്സ് എത്രമാത്രം ചുരുങ്ങിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, UDF വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തര വകുപ്പ്. ആദ്യം ഒരു MLA ആയിട്ട് വേണ്ടേ കയറി വന്നിട്ട് വേണ്ടേ മന്ത്രിയാകാൻ? ആ സാമാന്യ ജ്ഞാനം പോലും ഇല്ലാത്തവരാണ് ഈ AK ബാലൻ എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേട് നോക്കി നിങ്ങൾ. ചെറിയ കുട്ടികളോടൊക്കെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞ് പറ്റിക്കാം. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും മറ്റാൾ വരും, ഇപ്പാൾ വരുമോ? AK ബാലനെ പോലുള്ള ഒരു മുതിർന്ന മനുഷ്യൻ പറയാണ് UDF ഇങ്ങനെ അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ്. ചിന്തിച്ചു നോക്കിയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മുഖാമുഖം CPMന്റെ ആളുകളായിട്ട് ഇതൊന്ന് ചർച്ച ചെയ്യണം. ഇതൊക്കെ ഇവർ അംഗീകരിക്കണ്ടോ? ഇവരെയും കൂടെ കുറെ ബുദ്ധിജീവികൾ നിറഞ്ഞ് കുറെ എണ്ണം ഇരിക്കില്ലേ ഈ സ്വരാജ് തുടങ്ങിയ ആളുകളൊക്കെ? ഓരോരുത്തർക്കൊന്നും മൈക്കും കൊടുത്ത് നിങ്ങളെന്താ ചെല്ലാത്തത്? ഇവിടെ UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് വരിക എന്ന് ബാലൻ പറഞ്ഞത്. എന്താണോ തന്റെ അഭിപ്രായം എന്ന് ഈ സ്വരാജിനോടൊന്ന് പോയി ചോദിക്കേണ്ടത് നിങ്ങൾ. ഇവരൊക്കെ ചില സമയത്തിൽ നയം നിലപാടും പറഞ്ഞിട്ട് വലിയ മതനിരപേക്ഷത്തിന്റെ ആളുകളായി വരും. എന്നാൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇത് ആരെ പേടിപ്പിക്കാനാണ്? ഒരു സമുദായത്തിനെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി എന്നത് ഇസ്ലാമി എന്ന പേരിൽ അവസാനിക്കുന്ന ഒരു സംഘടനയോണ്ടാണ് ആ പേരെടുത്ത്. മനസ്സിലാക്കണം. കാരണം എളുപ്പമാണ്. ഇത് അടിക്കണത് ജമാഅത്തെ ഇസ്ലാമിനൊന്നല്ല. ഇവിടെ BJPയേക്കാൾ വലിയ മുസ്ലിം വിരുദ്ധർ ഞങ്ങളാണ്. അവിടെ മുസ്ലിം വിരോധികളുടെ ഒരു വോട്ട് നാട്ടിലുണ്ട്. അത് ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് പറയാതെ പറയുന്നത്. പക്ഷെ അതൊന്നും എവിടെ ഏശിയില്ല. കാട്ടിക്കളി ജനം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതാണ് അത് പഠിക്കാനുള്ളത്. അതേമാതിരി ഞങ്ങളെ ബാധിക്കും ചെറിയ കൊതുകുകടികളൊക്കെ പലരും പറഞ്ഞുണ്ടാക്കി. എവിടെ ബാധിച്ചോ? പ്രതിപക്ഷത്തെ താങ്ക് യു ഷാഫി ചാലി. ഇത്രയും സമയം ഞങ്ങളോട് ചെലവിട്ടതിന്.